മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി രേഖ രതീഷ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയിൽ 3 മാസത്തോളമായി യൂട്യൂബേഴ്സ് തന്നെ ടാർഗറ്റ് ചെയ്ത് മോശം ക്യാപ്ഷനുകൾ കൊടുത്ത് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുവെന്നും ഇത് തനിക്ക് താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയാണെന്നും നടി വെളിപ്പെടുത്തുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണ് തനിക്കുള്ളത്. 9 മാസമായി ജോലിയില്ലാതെ ഫ്ളാറ്റിൽ കഴിയുകയാണ്. ഇങ്ങനെയാണ് രേഖ രതീഷ് തന്റെ വീഡിയോ ആരംഭിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ മകനോടൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് താനെന്ന് അവർ വ്യക്തമാക്കുന്നു. 3 മാസത്തോളമായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് മോശം ക്യാപ്ഷനുകൾ കൊടുത്ത് തന്നെപ്പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്നും അവരെല്ലാവരും തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നും രേഖ പറയുന്നു. ഇത്രയും മാനസിക സമ്മർദ്ദം തനിക്ക് താങ്ങാനാകുന്നില്ല എന്ന് നടി വികാരാധീനയായി പറയുന്നു. ഇത്തരം ആക്രമണങ്ങളുടെ ഫലമായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകുന്നുണ്ട്. മകനായി കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് ഞാൻ. എന്നാൽ യൂട്യൂബേഴ്സ് കാരണം മുന്നോട്ട് ജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ് എന്ന് രേഖ പറയുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം എന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സായിരിക്കുമെന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ. രേഖയുടെ ഈ വാക്കുകൾ ഗൗരവമേറിയതാണ്. എന്നെ മാത്രമല്ല, ഇതേ ഫീൽഡിലെ നിരവധി പേരെ ഇതുപോലെ അപമാനിക്കുകയാണ് എന്ന് രേഖ കൂട്ടിച്ചേർക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. സിനിമ, ടെലിവിഷൻ രംഗത്തെ പല കലാകാരന്മാരും നേരിടുന്ന പ്രശ്നമാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഞങ്ങളെ രക്ഷിക്കണം. ഇങ്ങനെയാണ് രേഖ രതീഷ് വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേഖ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോയും വൈറലായിരുന്നു. എ ന്യൂ ചാപ്റ്റർ എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങളും. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തീരുമാനം എന്നാണ് വീഡിയോയിൽ രേഖ രതീഷ് പറയുന്നത്. പിന്നാലെ നടനും സുഹൃത്തുമായ ഈശ്വറുമായി താരം വീഡിയോ കോളിൽ സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്താണ് ഈ ന്യൂ ചാപ്റ്റർ എന്ന് വീഡിയോയിൽ വ്യക്തമല്ല. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി രേഖ രതീഷ്. ശ്രദ്ധേയമായ നിരവധി റോളുകളിലൂടെ സീരിയൽ രംഗത്ത് തിളങ്ങിയ നടിയാണ്. എന്നാൽ ഇപ്പോൾ 9 മാസമായി ജോലിയില്ലാതെ കഴിയുകയാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നു. നടി രേഖ രതീഷിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ യുഗത്തിലെ സൈബർ ആക്രമണങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. 3 മാസത്തോളം തുടർച്ചയായി യൂട്യൂബേഴ്സ് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളം ഗുരുതരമാകുമെന്ന് ഈ സംഭവം കാണിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടൊപ്പം 9 മാസമായി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരമ്മ മുഖ്യമന്ത്രിയോട് നേരിട്ട് സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. സിനിമ, ടെലിവിഷൻ രംഗത്തെ പല കലാകാരന്മാരും നേരിടുന്ന പ്രശ്നമാണെന്ന് രേഖ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമോ? യൂട്യൂബേഴ്സിന്റെ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമോ?
സൈബർ ബുള്ളിയിങ്ങിനെതിരെ കൂടുതൽ ശക്തമായ നിയമങ്ങൾ വരുമോ? രേഖരതീഷിനും അവരുടെ മകനും സമാധാനപൂർണമായ ജീവിതം ലഭിക്കട്ടെ. എല്ലാ കലാകാരന്മാർക്കും മാന്യമായും ബഹുമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്.